എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ മെയ് മാസത്തേത് 2000 രൂപയുടെ വിതരണം 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നാണ് നമ്മൾ നിങ്ങളെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മുമ്പ് അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ പോലെ നമുക്ക് ലഭിച്ചിരുന്ന ഒരു ഉത്തരവല്ല ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ടില്ല. എന്തായാലും 25-ാം തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്നുള്ളതാണ് അതിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെയാണ്: 2026 മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. 19/5/2026 ഉത്തരവ്. ഉത്തരവ് പറയുന്ന പ്രകാരം ഇലക്ഷന് മുമ്പ് 3-ാം മാസം അതായത് മാർച്ച് 2-ാം തീയതിയും 15-ാം തീയതിയും 2 ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവുകളുടെ തുടർച്ചയായി 2026 മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ്. ഇപ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രപ്പോസൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് ലഭ്യമാക്കുന്ന മുറയ്ക്കും ക്ഷേമനിധി ബോർഡുകളുടെ കാര്യത്തിൽ സേവനയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലും മെയ് 25 മുതലുള്ള പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം 25-ാം തീയതി തിങ്കളാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. വൈകുന്നേരത്തോട് കൂടിയിട്ട്, തിങ്കളാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും തുക എത്തിച്ചേരുക. അതേസമയം കയ്യിൽ വിതരണം പെരുന്നാളിന് ശേഷമായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. ട്രഷറി മുഖാന്തരം ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട്. ബാങ്ക് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണം ട്രഷറി മുഖാന്തരം എത്തേണ്ടതുണ്ട്. അത് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ എത്തുകയാണെങ്കിൽ മാത്രമേ പെരുന്നാളിന് മുമ്പ് പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അത് ചൊവ്വാഴ്ച കിട്ടുകയാണ് എങ്കിൽ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും. ഇല്ല എങ്കിൽ വ്യാഴാഴ്ച പൊതു അവധിയാണ്, അതിനുശേഷമായിരിക്കും ആ ഒരു തുക ലഭിക്കുക. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ലഭിക്കുന്നില്ല. 3000 രൂപയുടെ വർധനവ് അത് 5 വർഷം കൊണ്ടാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വാഗ്ദാനം അങ്ങനെയാണ്. ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കുക. അല്ലാതെ 3000 ഒറ്റയടിക്ക് തരുന്നതല്ല രീതി. അത് LDF സർക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. 2500 പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് 2000 രൂപ വരെയാണ് LDF സർക്കാരിന് എത്തിക്കാൻ കഴിഞ്ഞത്. അത് ഘട്ടം ഘട്ടങ്ങളായിട്ടല്ല കൂട്ടിയത്. പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പായി കൊണ്ട് 400 രൂപ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഒരു വർധനവ് ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് 1600 നിന്നും 2000 എത്തിച്ചത്. അപ്പോൾ ഈ ഒരു സർക്കാരും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വർധനവ് ഉണ്ടാകുക. ബജറ്റുകളിൽ 100, 200 ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 3000 എത്തിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്ഷേമ പെൻഷന്റെ വർധനവ് ഉണ്ടാകുക. അല്ലാതെ തുടർന്ന് നിലവിൽ അല്ലാതെ അധികാരത്തിൽ വന്നത് ഉടൻ തന്നെ 3000 എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഉറപ്പായിട്ടും 2000 രൂപ മുടങ്ങാതെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ പ്രഖ്യാപനങ്ങളാണ് അധികാരം ഏറ്റ ഉടൻ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് 3000 രൂപ അധികരിപ്പിച്ചതും പാചക തൊഴിലാളികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കെല്ലാം 1000 രൂപ കൂട്ടിയതൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടുത്ത മാസം 15 മുതലാണ് ആരംഭിക്കുക. 2 രേഖകളാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊന്നും സമർപ്പിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ അത് സമർപ്പിക്കേണ്ടത്. ജൂൺ 30-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ അത് സമർപ്പിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് അത് വാങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒറ്റത്തവണയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിലാണ് അത് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ മാസത്തെ പെൻഷൻ വിതരണം 25-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക. 2 ദിവസത്തിന് ശേഷം കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.